എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഈ മാസത്തെ മേടമാസത്തിലെ ഫലം ആണ് ഇന്ന് നമ്മൾ പൊതുവായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ജാതകപരമായിട്ട് ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പൊതുഫലങ്ങളാണ്. അശ്വതി മുതൽ മീനം വരെയുള്ള നക്ഷത്രങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളാണ് പറയുന്നത്. ഇത് വരച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഗ്രഹസ്ഥിതിയാണ് ഉള്ളത്. ഈ ഗ്രഹസ്ഥിതിയിൽ ചന്ദ്രന് മാറ്റം 2 ദിവസം, ചന്ദ്രന് മാത്രം 2 ദിവസം കൂടുമ്പോൾ മാറ്റം ഉണ്ടാകും. ഗുളികൻ എല്ലാ ദിവസവും മാറി മാറി വരും. ബുധൻ മാത്രം മെയ് 7-ാം തീയതി മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് ഈ മാസത്തിലെ മെയ് 14 വരെയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. ഇതിനൊരു മാറ്റം ഈ മാസം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ രാശിപ്രകാരം ഓരോരുത്തർക്കും ഓരോ നക്ഷത്രങ്ങളിലായിരിക്കും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഫലമാണ് പറയുന്നത്. മകേരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലുകാർക്ക് ഈ മാസം മെയ് മാസം 14 വരെയുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ചിലവുകൾ വർദ്ധിക്കുമെന്നും തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ദീർഘദൂര യാത്രകളൊക്കെ പോകേണ്ടതായിട്ട് വരുമെന്നും കുടുംബങ്ങൾ ഒന്നിച്ച് ദീർഘദൂര യാത്ര ഉണ്ടാകുമെന്നും പഠന സംബന്ധമായിട്ട് വിദേശത്തൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് അവിടെ ഒരുപാട് വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നും തൊഴിൽപരമായിട്ടുള്ള മെച്ചം ഉണ്ടാകുമെന്നൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഗ്രഹസ്ഥിതി ഫലം കാണിക്കുന്നത്. കാരണം വ്യാഴം ഉണ്ട് ലഗ്നത്തിൽ, 12-ൽ ആദിത്യൻ, 11-ൽ ഈ പറയുന്ന ശുക്രൻ, ശനി, രാഹു, ബുധൻ, 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നീചനായിട്ടുള്ള ചൊവ്വ, 5-ാം ഭാവത്തിൽ കേതു. ചന്ദ്രനെ നോക്കണ്ട, ചന്ദ്രന് മാറ്റം വരും. അപ്പോൾ ഇടവ മാസത്തിൽ ഇടവക്കൂറുകാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയാണ് കാണിക്കുന്നത്. പക്ഷേ കടമെടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തെങ്കിലും ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണിന് ഒപ്പിടുക, അല്ലെങ്കിൽ ചിട്ടി വിളിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർ പ്രാവശ്യം മാറ്റി വെക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനനഷ്ട യോഗം പറയുന്നുണ്ട്. വ്യാഴം ആദിത്യൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇടവക്കൂറുകാർ കുറച്ചൊന്ന് സൂക്ഷിക്കുക. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും സൂക്ഷിക്കുക. പലതരത്തിലുള്ള രോഗാരിഷ്ടതകൾ വന്നുപെടാനുള്ള കാര്യമുണ്ട്. കാരണം ചൊവ്വ നമുക്ക് നീചഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇടവക്കൂറുകാരുടെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ദോഷപരിഹാരമായിട്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കർമാധിപതി ശനിയായിട്ട് വരുമ്പം ശനി ശാസ്താപ്രീതി വരുത്തുക, ഹനുമാൻ സ്വാമി വഴിപാടുകൾ നടത്തുക, നീലാഞ്ജന വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. ലഗ്നത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പാൽപ്പായസം വഴിപാടും അതുപോലെ നെയ്വിളക്ക് പുഷ്പാഞ്ജലി, പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ മാസം ഉണ്ടാകുന്ന ഏതൊക്കെ വിധത്തിലുള്ള ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറും. ഭദ്രകാളി ദേവി ക്ഷേത്രം, കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തിയാൽ അത് വളരെയധികം ഉത്തമമായിരിക്കും. കൂറുകാരുടെ ദോഷവും ഗുണവും ദോഷഫലങ്ങളും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് ഒരുപാട് സമയം എടുത്ത് പറയുന്നത് ആളുകൾക്ക് ഇച്ചിരി വിഷമസ്ഥിതി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവരവർക്ക് കൂറുകൾ ഫലം അറിയണമല്ലോ. നമ്മുടെ അറിയണമെന്നുള്ള ഇപ്പം ഈ നക്ഷത്രക്കാർക്ക് മാത്രം ഇത് അറിഞ്ഞാൽ മതി, മറ്റുള്ളവർക്ക് അവരുടെ കാര്യം അറിയണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഗ്രഹസ്ഥിതിയിലെ ഫലം പറയുന്നത്. യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് ഈ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം സൂര്യൻ്റെ രാശിയായ ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂര, ഉത്തരത്തിൽ കാലുകാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഒരു ജ്യോത്സ്യൻ്റെ സഹായം വേണ്ട, ഒരു യൂട്യൂബിൽ നോക്കേണ്ട കാര്യം വരുന്നില്ല. ചിങ്ങക്കൂറുകാരായിട്ടുള്ള നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജാതകപ്രകാരം. അപ്പം മകം, പൂര, ഉത്തരത്തിൽ കാലുകാർക്ക് 2-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ചൊവ്വ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. 2-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ചൊവ്വ. നമുക്ക് 10-ാം ഭാവത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ആദിത്യൻ, അഷ്ടമത്തിൽ ശനി, രാഹു, ബുധൻ, ശുക്രൻ, ചന്ദ്രൻ 4-ാം ഭാവത്തിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഞങ്ങളുടെ മനസ്സിൽ അപ്പം തന്നെ എന്താണ് നിങ്ങളുടെ ഫലമെന്ന് പറയാൻ പറ്റും. കർമ്മത്തിൽ വ്യാഴം, തൊഴിൽ പുരോഗതി, ഐശ്വര്യം, ധനപുരോഗതി, കർമ്മപുരോഗതി, ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയം. നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നോ ആ കർമ്മത്തിൽ പുരോഗതി. ഇപ്പം ഞങ്ങൾ പറയും ഞാൻ ഫയർഫോഴ്സിലായിരിക്കും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിരിക്കും, വക്കീലായിരിക്കും, പോലീസായിരിക്കും, അങ്ങനെ പല ഇതായിരിക്കും. നിങ്ങൾക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുമെന്നും ധനനഷ്ടയോഗം, അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാഴ്ചെലവുകൾ, അതുപോലുള്ള ദുരിതങ്ങൾ. 2-ാം ഭാവത്തിൽ കേതു നിന്ന് കഴിഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടുള്ള കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാനും ധനനഷ്ടയോഗം പറയുന്നുണ്ട്. അതുപോലെ 12-ൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ഒരുപാട് വിധത്തിലുള്ള ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. വ്യാഴം അനുകൂല ഭാവത്തിലുണ്ടെങ്കിലും ഈ പറയുന്നിട്ടുള്ള 2 പ്രശ്നങ്ങളുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ആദിത്യനുണ്ട്. അപ്പം ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളെയും നേടാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അഷ്ടമത്തിൽ നഷ്ടഭാവങ്ങളിൽ നിൽക്കുന്നുണ്ട് ശനി,
അതുപോലെ ബുധൻ, രാഹു, ശുക്രൻ അഷ്ടമഭാവത്തിൽ നിന്നാൽ ധനനഷ്ട യോഗങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ള പറയുന്നുണ്ട്. അപ്പം ധനപരമായിട്ടുള്ള കാര്യങ്ങളെ അധികം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ മാസം മെയ് 14 വരെയുള്ള ഫലം പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ കർമ്മത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക, തുളസിമാല ചാർത്തുക, താമരമൊട്ട് കൊണ്ട് അല്ലെങ്കിൽ താമരപ്പൂ കൊണ്ടുള്ള മാല വിഷ്ണു ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ശ്രീ സൂക്ത മന്ത്ര അർച്ചന നടത്തുക. അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തുക. 2ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം മാറുന്നതിന് കുടുംബക്ഷേത്രത്തിൽ തന്നെ ഗണപതി ഹോമം നടത്തുക. അതുപോലെ തന്നെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് അവിടെ ചെയ്യേണ്ടത്. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അഷ്ടമശനി ഉള്ളതുകൊണ്ട് നിങ്ങൾ നീലാഞ്ജന വിളക്ക് മാസത്തിലൊരിക്കൽ നടത്തിയാൽ വളരെയധികം ഉത്തമമായിരിക്കും. അപ്പം നിങ്ങളുടെ ഗുണവും പറഞ്ഞു, നിങ്ങൾക്കുള്ള ദോഷഫലങ്ങളും പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. വൃശ്ചികത്തിൽ വരുന്നത് വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും നക്ഷത്രക്കാരാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നൊന്നും നോക്കണ്ട, ചന്ദ്രൻ്റെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കുന്ന ദിവസം ചന്ദ്രൻ ഇവിടെ ഉണ്ട്. 7ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. കർമാധിപതി 6ാം ഭാവത്തിൽ നിൽക്കുവാണ്. നമുക്ക് 11ൽ കേതുവാണ്. 5ാം ഭാവത്തിൽ ബുധൻ, ശനി, രാഹു, ശുക്രൻ. അപ്പം വൃശ്ചികക്കൂറുകാരുടെ പൊതുഫലങ്ങൾ പറയുമ്പോഴത്തേക്കിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ആരെവിടൊക്കെ നിന്ന് നമ്മളെ ഒളിയം പെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പം പലവിധത്തിലുള്ള മനക്ലേശങ്ങൾ, മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭങ്ങളിൽ കുറവ് വരാനും അതുപോലെ തന്നെ ധനനഷ്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. 5ാം ഭാവത്തിൽ ബുധനും ശനിയും രാഹുവും ശുക്രനും നിൽക്കുന്നത് കൊണ്ട് പലവിധത്തിൽ സന്താനപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമെന്നും നമുക്ക് സന്താനങ്ങൾക്കുണ്ടാകുന്ന കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു സമയം വരുമെന്നും ഒക്കെയാണ് പറയുന്നത്. കർമാധിപതി 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ശത്രുദോഷങ്ങൾ, തൊഴിൽ ചെയ്യുന്നിടത്ത് ശത്രുക്കൾ ഉണ്ടാകുമെന്നും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നും ഈ രാശിപ്രകാരം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ചുമ്മാ ഇരുന്ന് പറയാം, വൃശ്ചികക്കൂറുകാർക്ക് ഫലം പറയാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. വൃശ്ചികക്കൂറുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാരിൽ വരുന്നത് വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടക്കാർക്ക് 11ൽ കേതു, 9ൽ ചൊവ്വ. 9ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ എന്താ? നീചനായിട്ട് നിൽക്കുക, ഭാഗ്യത്തിൻ്റെ കുറവുണ്ട്. വ്യാഴമുണ്ട് നമുക്ക് രക്ഷിക്കാൻ. സൂര്യൻ കർമാധിപനായിട്ട് 6ാം ഭാവത്തിൽ പോയി നിൽക്കുവാണ്. 5ാം ഭാവം മനസ്സ്, സന്താനം ചിന്തിക്കുന്ന ഭാഗത്ത് രാഹുവുണ്ട്, ശനിയുണ്ട്, ബുധനും ശുക്രനും ഉണ്ട്. 2 പേര് അനുകൂലമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ 2 പേര് പ്രതികൂലമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം, മനസ്സിന് പലവിധത്തിലുള്ള ചാഞ്ചാട്ടം. പിന്നെ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പങ്കാളികളിൽ നിന്നുള്ള ഗുണമുണ്ടാവും. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂല ഗുണമുണ്ടാവും. പ്രേമസാഫല്യ ഗുണമുണ്ടാകും. ബിസിനസ്സുകാർക്ക് ഇച്ചിരി ധനനഷ്ട യോഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലഗ്നാധിപതി നീചഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്, ചന്ദ്രലഗ്നാധിപതി നീചഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷപരിഹാരങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, നമ്മളെ ആദ്യമായിട്ട് സംരക്ഷിക്കാൻ നിൽക്കുന്ന ആൾ വ്യാഴമുണ്ട്. വ്യാഴപ്രീതി വരുത്തണം. വ്യാഴപ്രീതി വരുത്തുന്നതിന് വൈഷ്ണവപരമായിട്ടുള്ള ഏത് കർമ്മം ചെയ്താലും അത് ഗുണമായിട്ട് വരും. വിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം, ശ്രീസൂക്ത മന്ത്ര അർച്ചന ചെയ്യുക. കർമ്മഭാവത്തിലുള്ള ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറാൻ സൂര്യഭഗവാൻ, അതായത് ആദിത്യൻ, ശിവക്ഷേത്ര ദർശനത്തിൽ നടത്തി രുദ്രസൂക്ത മന്ത്രാർച്ചന, അഘോരമന്ത്ര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ നടത്തിയാൽ നല്ലതായിരിക്കും. കുട്ടികളുടെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് നീലാഞ്ജന വിളക്ക് കത്തിക്കുക, നാഗദൈവങ്ങൾക്ക് വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ ബുധനും ശുക്രനും ഇപ്പോൾ ഉള്ളതുകൊണ്ട് ദേവിക്ക് പുഷ്പാഞ്ജലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. ഗണപതി ഹോമം ചെയ്യുക. പറ്റുമെങ്കിൽ 4 ആഴ്ച ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അപ്പം വൃശ്ചികക്കൂറുകാർക്ക് ഉള്ള ഗുണവും ദോഷ സമ്മിശ്ര ഫലം പറഞ്ഞു. അടുത്തതായിട്ട് കുംഭക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുംഭത്തിലുള്ളത് ആരൊക്കെയാണ്? അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാരായിട്ടുള്ള കുംഭക്കൂറുകാർക്ക് നിങ്ങളുടെ സ്ഥിതി ആദ്യം പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ബുധനും ശനിയും രാഹുവും ശുക്രനും നിപ്പുണ്ട്. 3ൽ ആദിത്യൻ, 4ൽ വ്യാഴം, 6ാം ഭാവത്തിൽ ചൊവ്വ, 9ാം ഭാവത്തിൽ 7, അഷ്ടമത്തിൽ കേതു. അപ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഫലം മനസ്സിലാവും. ധനസ്ഥാനത്തുണ്ട് ആര്? ശുക്രൻ. ഉച്ചരാശിയിലാണ് ശുക്രൻ്റെ ഉച്ചരാശി. ബുധൻ നീചഭാവത്തിലാണ്, നീചഭംഗം ചെയ്ത് നിൽക്കുവാണ്. പിന്നെ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശനി 2ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. രാഹുവുണ്ട്. പൊതുവെ കുറേ കാശ് എവിടുന്നെങ്കിലുമൊക്കെ കൈ വരാം എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഇതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ളൊരു ഫലം പറയാൻ പറ്റുന്നത്. പല വിധത്തിലുള്ള ധനയോഗം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടുമെന്നും
ഭൂമി വിൽപ്പനയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഭൂമിയുമായിട്ട് ഇടപെട്ട് ജോലി ചെയ്യുന്നവർക്ക്, ക്രയവിക്രയം നടത്തുന്നവർക്ക്, ബിൽഡിംഗ് കെട്ടുന്നവർക്ക്, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഭാഗം ചെയ്ത് കിട്ടാനുള്ളവർ ആഗ്രഹിക്കുന്നവർക്ക്, കോടതി, വക്കീല്, പോലീസുകാർക്കൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുമെന്നൊക്കെ കാണിക്കുന്ന രാശിയാണ് പറയുന്നത് കുംഭക്കൂറുകാർ. ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. 4-ാം ഭാവത്തിൽ എപ്പോൾ വ്യാഴം വന്നാലും നമുക്ക് അനുകൂലമാണ്. അപ്പോൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക, 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ നമ്മുടെ കുടുംബ ബ്രഹ്മരക്ഷസിന് വഴിപാട് നടത്തണമെന്നുള്ളതാണ് ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് പലരും പറഞ്ഞു തരാത്തൊരു കാര്യം. അപ്പം ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം, വെറ്റില അടയ്ക്ക, അതുപോലൊരു സമർപ്പണം, ഒരു കാണിക്കയെന്ന് പറയും. അപ്പം ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം നടത്തി കാണിക്ക സമർപ്പിച്ച് വൈഷ്ണവ പ്രീതി വരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഷ്ടമത്തിൽ കേതു നിൽപ്പുണ്ട്, നഷ്ടഭാവത്തിൽ ഒരാൾ നിൽപ്പുണ്ട്, അതിൻ്റെ ദോഷം മാറാൻ ഗണപതിക്ക് കറുകമാല, മുക്കുറ്റിമാല, മോദകം, ഉണ്ണിയപ്പം, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, കഷിയൊന്ന് നല്ലപോലെ സോപ്പിട്ട് നിർത്തുക, ഇച്ചിരി ഗണപതി ഹോമമൊക്കെ നടത്തി ഗണേശ സ്തുതിയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ച് നഷ്ടങ്ങൾ ചെയ്യുന്ന, ഇപ്പം ഷെയർ മാർക്കറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നഷ്ടസാധ്യതകൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കുക. പൊതുവെ കുംഭക്കൂറുകാരായിട്ടുള്ളവർ ഒരു കാരണവശാലും ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, സ്വന്തമായിട്ടുള്ള ബിസിനസ്, കാശ് മുടക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറും കുടം തോളിൽ ധരിച്ച പുരുഷാകൃതി എന്നാണ് കുംഭത്തെ പറയുന്നത്. അപ്പോൾ ഇത് പറയാൻ പോയാൽ ഒരുപാട് സമയം പോകും. അടുത്ത ആൾക്കാർക്ക് അവരുടെ ഫലം കേൾക്കാനിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇക്കാര്യത്തെ വിശദമായിട്ട് പിന്നെ പറയാം. കുംഭക്കൂറുകാർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെള്ളം കോരും, അവരുടെ കയ്യിൽ പിറ്റേ ദിവസം ഒന്നും കാണത്തില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, എപ്പോഴും 4-ാം ഭാവത്തിലെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് 3-ാം ഭാവാധിപൻ നീചസ്ഥാനത്തിരിക്കുകയാണ്. കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തി അതുപോലുള്ള വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ഭദ്രകാളി പ്രീതി വരുത്തുക, ഗണപതി ഹോമം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഈ കാര്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ഒരു 2-3 മണിക്കൂർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇവിടെ എഴുതി വെച്ചു. പക്ഷേ എനിക്ക് അങ്ങോട്ട് നോക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാര്യങ്ങൾ ഇപ്പോൾ പാട്ടെഴുതി മുമ്പിൽ വെക്കുമല്ലോ, അത് നോക്കേണ്ടി വരത്തില്ല. ഇടയ്ക്കൊരു സംശയം വന്നാൽ നോക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് മീനക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. മീനക്കൂറുകാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. പൂരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ ശുക്രനുണ്ട്, രാഹുവുണ്ട്, ശനിയുണ്ട്, ബുധനുണ്ട്. പൊതുവെ പറയാനാണെങ്കിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സമയമാണ് എന്ന് തന്നെ പറയാം. കുടുംബം ഒന്നിച്ച് ഉല്ലാസയാത്ര പോവുക, വിദേശ സ്ഥലങ്ങളിലൊക്കെ പോവുക. ഇപ്പോൾ കണ്ടകശനിയുണ്ട്, പിന്നെ 7 ശനിയുണ്ട്, ജന്മശനി ഉണ്ടെന്നൊക്കെ ജ്യോത്സ്യന്മാർ, നമ്മൾ വീഡിയോ ഒക്കെ തുറന്ന് യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ പറയും, വീട്ടിൽ തന്നെ ഒരു കഥ അടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയും. പക്ഷേ ഞാൻ പറയുന്നത് എന്തുവാണ്, നിങ്ങൾ അടിച്ചു പൊളിച്ചോളാനാണ് പറയുന്നത്. പല വഴിക്കൊന്നും കാശ് കൈ വന്ന് കയറും. അതുകൂടാതെ ശുക്രൻ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്, ഉച്ചനായിട്ടുള്ള ശുക്രൻ നിൽപ്പുണ്ട്. അപ്പോൾ പൈസ വരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകത്തില്ല. ശനി ഉള്ളതുകൊണ്ട് നമുക്ക് 11-ാം ഭാവാധിപനായിട്ടുള്ള ശനിയുണ്ട്, 12-ാം ഭാവാധിപനുണ്ട്. അപ്പോൾ കാശും വരികയും ചെയ്യും, കാശ് പോവുകയും ചെയ്യും. അപ്പോൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. 4-ാം ഭാവാധിപനും നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നീചനായിട്ടാണ് നിൽക്കുന്നത്. ബുധൻ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സ്ഥിതി ഞാൻ പറയാം. ഇപ്പം ചന്ദ്രലഗ്നത്തിൽ ബുധൻ, ശനി, രാഹു, ശുക്രനുണ്ട്. 2-ാം ഭാവത്തിൽ ആദിത്യനുണ്ട്, 7-ാം ഭാവത്തിൽ കേതുണ്ട്, ചന്ദ്രനെ കൂട്ടണ്ട, 5-ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്. അപ്പോൾ പൊതുവേ പറയാനാണെങ്കിൽ ഭാര്യയൊക്കെ ഇച്ചിരി പിണങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്, കുടുംബകലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊന്നും സൂക്ഷിക്കുക. ദൂരസ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ കിടന്ന് ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ ചൊവ്വയുള്ളതുകൊണ്ട് സന്താനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, ആപത്തുകൾ, രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിച്ചു പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വ്യാഴം 3-ാം ഭാവത്തിലാണ്, അത്ര അനുകൂല ഭാവത്തിലും അല്ല. അപ്പം ഈ 3 ഫലങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ദോഷഫലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിൽ ഭാര്യയുടെ പേരിൽ നിങ്ങൾ ഒരു ഗണപതി ഹോമം ചെയ്യിക്കുക, നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുക. ഇത് രണ്ടും പ്രധാനമായിട്ടൊന്ന് ചെയ്യിച്ചേക്കുക. ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുക, അവിടെ വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല ചാർത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ കുടുംബത്തിൽ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം പോലുള്ള വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം 6-ാം ഭാവാധിപനാണ് ധനസ്ഥാനത്ത് നിൽക്കുന്നത്. അതും ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതും ഒന്ന് പരിഹരിക്കാൻ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്ത മന്ത്ര, പുഷ്പാഞ്ജലി, കൂളത്തും മാലയൊക്കെ ചാർത്തി കഴിഞ്ഞാൽ മീനക്കൂറുകാരുടെ ദോഷങ്ങൾക്ക് പരിഹാരമാകും. അടുത്തായിട്ട് നമ്മൾ മേടക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ, നിങ്ങൾക്ക് ജന്മത്തിൽ ആദിത്യൻ, 12-ലായി ഇവരെല്ലാവരും, ബുധനും, ശനി, രാഹു, ശുക്രൻ. 2-ാം ഭാവത്തിൽ വ്യാഴം, 4-ാം ഭാവത്തിൽ ചൊവ്വ,
6-ാം ഭാവത്തിൽ കേതു. ചന്ദ്രനെ നമ്മൾ കൂട്ടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ സഞ്ചാരം മാറി മാറി വരുന്നത് കൊണ്ടാണ് ഇത് കൂട്ടാത്തത്. അപ്പോൾ ചന്ദ്രൻ ഇവിടെ വരുന്ന മേടക്കൂറുകാർക്ക് ആദിത്യൻ ഇവിടെ നിൽപ്പുണ്ട്, വളരെയധികം അനുകൂലമാണ്. 5-ാം ഭാവാധിപതി 6-ാം ലഗ്നത്തിൽ വരുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ഐശ്വര്യം, ധനയോഗം, ഭാഗ്യം അതുപോലുള്ള ഗുണങ്ങളുണ്ടാവും. 2-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്, ധനസ്ഥിതിയിൽ യാതൊരു പ്രശ്നവും വരത്തില്ല. പണപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു അനുകൂലമായിരിക്കും. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ്, ബിസിനസ്, കച്ചവടം, വസ്തുക്കച്ചവടം, ഭൂമി ലാഭമൊക്കെ ഉള്ളവർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഗുണമുണ്ടാവും. ബിൽഡിങ്ങുകാർ, പാചക തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം അനുകൂലമായ സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടാനൊക്കെയുള്ള യോഗം കാണിക്കുന്നുണ്ട്. മേടക്കൂറുകാർക്ക് ഏറ്റവും നല്ല സമയമായിട്ടാണ് ഈ ജ്യോതിഷപരമായിട്ട് ഈ മാസത്തെക്കുറിച്ച് പറയാനുള്ളത്. 6-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് രോഗത്തെ സൂക്ഷിക്കുക. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ പനി വന്നിട്ട് കൂടാനും അതുപോലെ തന്നെ നമുക്ക് രോഗാരിഷ്ടതകൾ എന്ന് പറയണം, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പം രോഗാരിഷ്ടതകൾ സൂക്ഷിക്കുക. ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെയധികം സൂക്ഷിച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആരോഗ്യത്തെ സംരക്ഷിക്കണം. വ്യായാമം ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നാണ് മേടക്കൂറുകാരൊക്കെയുള്ള ഫലം പറയുന്നത്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികാല് പറഞ്ഞു കഴിഞ്ഞു, ഇവരുടെ ഫലം ഇടവക്കൂറുകാരുടെ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മകയിരത്തരയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാലുകാർ വരുന്ന മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വ്യാഴം 12-ലാണ്, 4-ാം ഭാവത്തിൽ കേതു നിപ്പുണ്ട്, 2-ാം ഭാവത്തിൽ നീചനായിട്ടുള്ള ചൊവ്വ നിപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു ഗുണമായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിപ്പുണ്ട്, അളിയന്മാർ, ബുധനും ശനിയും രാഹുവും ശുക്രനും. അപ്പോൾ ഇവരെ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രീതിപ്പെടുത്തുക. കാര്യം നമുക്ക് ധനസ്ഥാനത്ത് നീചനായിട്ടുള്ള ചൊവ്വ കാശിറങ്ങി പോകുന്ന വഴിക്ക് പുല്ല് കളിക്കത്തില്ലെന്നൊക്കെ പറയത്തില്ലയോ, അതുപോലുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. 12-ൽ വ്യാഴം, ദൈവാധീനം കുറഞ്ഞിരിക്കുക. 4-ാം ഭാവത്തിൽ കേതു, കുടുംബകലഹം, പാകമാനം പ്രശ്നമാണ്. 10-ാം ഭാവത്തിൽ ശുക്രനും രാഹുവും ശനിയും ബുധനും. ഇവരെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തമമായിരിക്കും. കാരണം ഭാഗ്യാധിപനുണ്ട് കർമ്മസ്ഥാനത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ മിഥുന ലഗ്നാധിപനും കർമ്മഭാവത്തിലുണ്ട്, അതുപോലെ തന്നെ ശുക്രൻ 12-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനും ഉണ്ട് കർമ്മത്തിൽ. അപ്പം ചന്ദ്രൻ ഇവിടെ നിൽക്കുന്ന ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ബുധൻ ഇവിടെ നിൽപ്പുണ്ട്, 5-ാം ഭാവാധിപനുള്ള ശുക്രൻ ഇവിടെ നിൽപ്പുണ്ട്, 9-ാം ഭാവാധിപനായിട്ടുള്ള ശനി നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത് ബുധൻ മീനത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിക്കും അതുപോലെ തന്നെ വിഷ്ണു പത്നിമാരായിട്ടുള്ള സീതാദേവി, ശ്രീരാമ ക്ഷേത്ര ദർശനം, ശ്രീരാമ മന്ത്രജപം ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. നീരാഞ്ജന വിളക്ക് കത്തിക്കുക, എള്ളുപായസം നടത്തുക, ഹനുമാൻ സ്വാമി വഴിപാടുകൾ നടത്തുക, ശനീശ്വര സ്തോത്രം ചൊല്ലുക. രാഹുവിനെ പ്രീതിപ്പെടുത്താൻ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, പാൽപ്പായസം, നൂറും പാലും പോലുള്ള വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഹു പ്രീതി വരുത്താം. ശുക്രൻ നിപ്പുണ്ട്, ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ താമരമൊട്ടുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് വഴിപാടുകൾ നടത്തുക. 4-ാം ഭാവം നിങ്ങളുടെ വീട്ടിൽ തന്നെ പറ്റുമെങ്കിൽ ഈ മാസം ഒരു ഗണപതി ഹോമം നടത്തി സർവ്വദോഷങ്ങളും മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭദ്രകാളിക്ക് വഴിപാടുകൾ നടത്തിയാൽ മിഥുനക്കൂറുകാർക്ക് ഈ മാസത്തിലെ ഒരു ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കർക്കിടക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. കർക്കിടക്കൂറുകാർക്ക് ഇവിടെ നമുക്ക് നിങ്ങളുടെ ചന്ദ്രൻ്റെ യോഗകാരകൻ, ചന്ദ്രൻ്റെ സ്ഥിതി ഇത് തന്നെ, രാശി ഇത് തന്നെയാണ്. അപ്പം പുണർദത്തിൽ കാലും പൂയോ ആയില്യം വരുന്ന കർക്കിടക്കൂറുകാർക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. കാരണം 3-ാം ഭാവത്തിൽ കേതു, 11-ൽ വ്യാഴം, 10-ൽ ആദിത്യൻ, പിന്നെ നമുക്ക് ഭാഗ്യസ്ഥാനത്ത് ബുധനും ശനിയും രാഹുവും ശുക്രനും. അപ്പം നിങ്ങൾക്ക് മിഥുനക്കൂറുകാർക്ക് പറഞ്ഞിരിക്കുന്ന ദോഷപരിഹാരങ്ങൾ തന്നെ ഒന്നുകൂടെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ചൊവ്വ ഇവിടെ നിൽക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ യോഗകാരകനായതുകൊണ്ട്, അത് യുഗ്മരാശി ആയതുകൊണ്ട് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി, കുങ്കുമ അർച്ചന, കുങ്കുമം കൊണ്ടുള്ള ഇതുണ്ടല്ലോ, കുരുതി പുഷ്പാഞ്ജലി ഉണ്ട്. അപ്പോൾ കുരുതി പുഷ്പാഞ്ജലിയൊക്കെ നടത്തിയിട്ട് ഭദ്രകാളി ദേവിക്ക് കടുംപായസം നിവേദിച്ച് കഴിഞ്ഞാലോ, കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നിങ്ങൾ പോയിട്ടില്ലെന്ന് വരിയിൽ ഇച്ചിരി എണ്ണയും നല്ലെണ്ണയും നെയ്യും കർപ്പൂരവും തിരിയൊക്കെ ആയിട്ട് പോയി ഒരു ദീപമൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യമായിരിക്കും. കുടുംബദേവതയും പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രത്തിൽ തന്നെ ഒരു ഗണപതി ഹോമം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ നടത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരോടും ചേർന്ന് ഒരു ഗണപതി ഹോമമൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മാസത്തെ ഒരു ദോഷം മാറിക്കിട്ടും. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തുണ്ട് ശുക്രനും രാഹുവും ബുധനും ശനിയും. അപ്പോൾ ഈ 4 ഗ്രഹങ്ങൾക്ക് ബുധൻ ഞാൻ പറഞ്ഞു, ഇവർക്ക് പറഞ്ഞിട്ടുള്ള അതേ വഴിപാട് തന്നെ ഞാൻ വീണ്ടും പറയേണ്ടല്ലോ, ഇത് റെക്കോർഡിക്കലായതുകൊണ്ട് നിങ്ങൾക്ക് അത് കേൾക്കാം. ആ വഴിപാടുകൾ ചെയ്ത് പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഇച്ചിരി ദോഷ സമയമാണ്, അത് പരിഹാരമാകും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കന്നിക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് കേതുവിൻ്റെ സ്ഥിതി ഇവിടെയാണ്. അപ്പം നിങ്ങൾക്ക്
കന്നിക്കൂറുകാരൊക്കെയാണ്? ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർക്ക് കേതു ഉണ്ട്. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴമുണ്ട്, 11ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്, അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ ബുധനും ശനിയും രാഹുവും ശുക്രനും ഉണ്ട്. അപ്പോൾ ഇത്രയും ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ കന്നിക്കൂറുകാർക്ക് കേതു നിൽക്കുന്നുണ്ട്. രോഗാരിഷ്ടതകളും ശത്രുദോഷങ്ങളും അതുപോലുള്ള ദുരിതങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കേതുവിനെ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കേതുവിൻ്റെ ദോഷം മാറാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗണപതി ഭജനം നല്ലപോലെ ചെയ്യുക, ഗണപതിയുടെ സ്തോത്രം ചൊല്ലുക, ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക. നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കരിക്ക് അതുപോലെ തന്നെ പാലഭിഷേകമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കേതുവിൻ്റെ ദോഷം മാറിക്കിട്ടും. ഹേതുവില്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ഹേതുവില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ ഇതെല്ലാം മാറും. നമ്മൾ പറയത്തില്ല, ചില കേസ് വഴക്കിലൊക്കെ ചെന്ന് പെടുക, അതിനുശേഷം അതുമായിട്ട് നടന്ന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്നും ഇല്ലാതായി മാറുക. എന്തെങ്കിലും രോഗമുണ്ട്, ഡോക്ടർ പറയും എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ടെന്ന് പറയും, അന്നേരം ഓരോരു ടെസ്റ്റ് എഴുതി കൊടുക്കും, അതിൻ്റെ റിപ്പോർട്ട് വരാൻ കുറേ ദിവസം എടുക്കും, ചുമ്മാ ഇരുന്ന് തിന്നും. ആ റിപ്പോർട്ട് വരുമ്പോൾ പറയും കുഴപ്പമൊന്നുമില്ല, ഗ്യാസ് ട്രബിളിൻ്റെ ആയിരുന്നു. ആ തിന്ന ദിവസം നമുക്ക് പോകും. ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക. 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ 9ൽ നിൽക്കുന്ന വ്യാഴത്തെ പുരുഷ സൂക്ത മന്ത്രം കൊണ്ട് ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പം പുരുഷ സൂക്തമുണ്ട്. ഓം സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാദസ ഭൂമിം സ്വതോവൃത്വാത്യതിഷ്ഠാങ്കുലം എന്ന് പറയുന്ന പുരുഷ സൂക്ത മന്ത്രമുണ്ട്. അപ്പോൾ ഇതറിയാൻ വയ്യാത്തൊരു യൂട്യൂബിൽ സെർച്ച് ചെയ്യാനാണ് ഇത്രയും ജപിച്ചത്. അത് ജപിക്കാൻ നിന്ന് അരമണിക്കൂർ പോകും. അപ്പം വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പുരുഷ സൂക്ത മന്ത്ര അർച്ചന നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകത്തിന് അന്നേരം കറന്ന പാല് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യിക്കുക. ആ പാല് കൊണ്ട് തന്നെ പാൽപ്പായസവും നിവേദിച്ച് തുളസിമാലയും ചാർത്തി, നമ്മുടെ വരുന്ന തുളസിയൊക്കെ മേടിച്ച് കെട്ടിക്കരുത്, നിങ്ങളുടെ വീട്ടയ്യത്ത് തന്നെ ഉള്ള തുളസി വെച്ച് ഒരു മാലയും കെട്ടി ചാർത്തി അരച്ച ചന്ദനം കൊണ്ടൊരു മുഴുക്കാപ്പ് നടത്തിയോ നിങ്ങളുടെ പ്രശ്നം മാറിക്കിട്ടും. ഗണപതി ഭഗവാനെയും നാഗദൈവങ്ങളെയും നല്ലപോലെ പ്രാർത്ഥിക്കുക. പിന്നെ നേരെ ഭാര്യയുടെ വീട്ടിലെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോയിട്ട് തൊഴുത് യഥാശക്തി വഴിപാടൊക്കെ നടത്തി നാഗദൈവങ്ങൾക്കൊരു പ്രീതി വഴിപാട് നടത്തിയിട്ട് ദേവി ഉണ്ടെങ്കിൽ ദേവിക്ക് വെള്ളപ്പട്ട് കൊണ്ടൊരു ഉടയാടയൊക്കെ ചാർത്തിച്ച് മാലയൊക്കെ ചാർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹാരമായിക്കോളും കന്നിക്കൂറുകാർക്ക്. ഇനി തുലാക്കൂറുകാരുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുകയാണ്, 12ൽ കേതു നിൽക്കുകയാണ്, കർമ്മത്തിൽ ചൊവ്വയുണ്ട്. നിങ്ങൾക്ക് 6ാം ഭാവത്തിലാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ. അപ്പോൾ പൊതുവേ ഇത് തട്ടുകേടാണ്. നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് ആദിത്യനുണ്ട്. അപ്പം നിങ്ങളെ രക്ഷിക്കാനുള്ള ആളിനെ ആദ്യം പോയി ഒന്ന് കാണുക, ശിവഭജനം ചെയ്യുക. ഓം നമ ശിവായ ഡെയിലി ഒരു 108 തവണ ചെയ്യുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവഭഗവാന് കൂളത്തിൻ്റെ മാലയും. ഒരു മാസം നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും ശിവക്ഷേത്ര ദർശനം നടത്തിക്കുക. ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ശിവനെ ഭജിക്കുന്നവരെ ഒരിക്കലും കൈവിടത്തില്ല മഹാദേവൻ. അങ്ങനൊരു കാര്യമുണ്ട്. ഏതാപത്തിലും കൈവിടാത്തത് മഹാദേവനായിരിക്കും. നിങ്ങൾക്ക് ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോൾ ശ്വാസം ഇല്ലാതാകുന്നു അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ ആ കക്ഷിയാണ് ശ്രീ മഹാദേവൻ. അപ്പം മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുക. ആദിത്യൻ്റെ സ്തോത്രം ജപിക്കുക. ഓം ജപാകുസുമ സങ്കാശം കാശിവേയം മഹാദുരിം തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിൻ ദിവാകരം എന്ന് പറയുന്ന ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. ശിവഭഗവാന്റെ ഒരു ഫോട്ടോ ഒക്കെ ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിവഭജനം, വായിൽ എപ്പോഴും ഒരു ശിവഭജനം വരണം. 12ൽ കേതു നിൽക്കുന്നുണ്ട്, ധനനഷ്ടം, കർമ്മത്തിൽ പ്രശ്നങ്ങൾ, തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്നു, ശത്രുക്കൾ ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തുലാക്കൂറുകാർ ചെയ്യുക. നിങ്ങൾക്കുള്ള ദോഷപരിഹാരത്തിന് ആരെ ഭജിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് 9ാം ഭാവാധിപനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ സ്പീഡ് പോകുന്നുണ്ടോ, ഈ സ്പീഡ് പോലെ ജ്യോതിഷം പറഞ്ഞാൽ അറിയാവുന്നവർക്കേ ഇത് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാൻ പല വീഡിയോസിൽ ഒരുപാട് കാര്യം 2-3 തവണ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകാത്തവരോട് ഇത് പറഞ്ഞിട്ട് പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ 8 ഇരട്ടി സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോകും, പക്ഷേ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ധനുക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ധനുക്കൂറുകാർ നോക്കിക്കോളൂ. 10ാം ഭാവത്തിൽ കേതു, 6ാം ഭാവത്തിൽ വ്യാഴം, നോക്കേണ്ട പോലും ഇല്ല. 4ാം ഭാവത്തിൽ ബുധൻ, ശനി, രാഹു, ശുക്രൻ, അഷ്ടമത്തിൽ ചൊവ്വ. കണ്ടോ? അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇപ്പം ഞാൻ എങ്ങോട്ടും നോക്കാതെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഞാൻ വലിയ മഹാനാന്നല്ല പറയുന്നത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളിത് പെട്ടെന്ന് നിങ്ങളും പറയണം. അതുപോലെ തന്നെ ധനുക്കൂറുകാരൊക്കെയാണ്? മൂലം, പൂരാട, ഉത്രാടത്തെ കാലുകാർക്ക് നിങ്ങൾക്ക് കർമ്മത്തിൽ കേതു. കർമ്മം വെച്ചാൽ എന്താ? നിങ്ങൾ ചെയ്യുന്ന എന്താ കർമ്മം? വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥി, അഡ്വക്കേറ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റ്, പോലീസുകാരനാണെങ്കിൽ പോലീസുകാരൻ, കളക്ടറാണെങ്കിൽ കളക്ടർ. നിങ്ങളുടെ കർമ്മത്തിൽ കേതു പ്രശ്നമാണ് എന്ന് കരുതണം. അത് കരുതിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇപ്പം മേലധികാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇച്ചിരി മിമ്മത്തം പാലിക്കുക. ആരെങ്കിലുമൊക്കെ പാര വെക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് നമ്മൾ അതിനൊന്നും
മറുപടി കൊടുക്കാതിരിക്കുക, അനങ്ങാതിരിക്കുക. കാരണം വ്യാഴം പോലും രക്ഷിക്കാനില്ല. വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുക. മെയ് 14 തീയതി കഴിയുമ്പോഴേ, ഈ മെയ് 14 വരെ നമ്മൾ കുറിച്ചിരിക്കുന്നത്. ഈ മെയ് 14 തീയതി ആശാൻ ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ ഇവർക്കെല്ലാം നമുക്ക് പണി തനിയെ കിട്ടിക്കോളും. അപ്പം ധനുവിൽ വരുന്ന മൂലം പൂരാട ഉത്രാടത്തെ കാലുകാർക്ക് നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ നിൽക്കുന്ന, 5ാം ഭാവത്തിൽ നിൽക്കുന്ന 9ാം ഭാവാധിപനെ പ്രീതിപ്പെടുത്തുന്നതിന് ശിവന് പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്, വിഷ്ണുവിനെ പ്രീതി വരുത്തുക. 4ാം ഭാവത്തിൽ ശനി, രാഹു, ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് നേരത്തെ മിഥുനക്കൂറുകാർക്ക് പറഞ്ഞിട്ടുള്ള ദോഷപരിഹാരങ്ങൾ നിങ്ങൾ ധനുക്കൂറുകാരും ചെയ്യണം. മിഥുനക്കൂറുകാർക്ക് എന്താണോ പരിഹാരം പറഞ്ഞിരിക്കുന്നത്, മിഥുനം കർക്കിടകക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് അതേ പരിഹാരം തന്നെ ധനുക്കൂറുകാർ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഒരു രക്ഷയുള്ള സമയം അല്ല, നിങ്ങൾക്ക് ഇച്ചിരി ദോഷമുള്ള സമയമാണ്. അത് മാറും. മെയ് 14 തീയതി വരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അതായിട്ട് മകരക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. മകരക്കൂറുകാർ നിങ്ങൾക്ക് 9ാം ഭാവത്തിൽ കേതു, 7ാം ഭാവത്തിൽ ചൊവ്വ, 5ാം ഭാവത്തിൽ വ്യാഴം, 4ാം ഭാവത്തിൽ ആദിത്യൻ, 3ാം ഭാവത്തിൽ ബുധൻ, ശനി, രാഹു, ശുക്രൻ. ഇപ്പം ഇങ്ങനെ 3ാം ഭാവം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാവും എന്ന് അറിയാൻ പറ്റും. ഇതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസ് ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇനി നിങ്ങൾ വേറൊരു ജ്യോതിഷ ചാനൽ നോക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പം നിങ്ങൾ അവിടെ നിന്നുണ്ട് ഒരാൾ 3ലാണ്, 6ലാണ്, 8ലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാ? കണ്ടിതാണ് മകരം. അപ്പം ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിനെയാണ് ഇവിടെ വരുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. നിങ്ങൾക്ക് നോക്കിക്കോ, 4, 1, 2, 3, 4 രവി, 5 വ്യാഴം, 1, 2, 3, 4, 5. അതായത് നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ഒന്നായിട്ട് കണക്ക് കൂട്ടിയാൽ മകരക്കൂറുകാർക്ക് 1, 2, 3, 4, 5. 5ൽ നിൽക്കുന്ന വ്യാഴത്തിന് നമ്മളിലേക്ക് ദൃഷ്ടിയുള്ളത് കൊണ്ട് വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. 4ാം ഭാവത്തിൽ നീചഭാവത്തിൽ നിൽക്കൊണ്ട് വീട് വിൽക്കുക, വീട് മേടിക്കുക, ഭൂമി വാങ്ങുക, ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ബിൽഡിംഗ് തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്, അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഫയർഫോഴ്സ്, പാചക തൊഴിലാളികൾ, ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർ, അതുപോലുള്ളവർക്കൊക്കെ ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായിട്ടുള്ള ഉത്രാടത്തിൽ മുക്കാൽ, തിരുവോണം അവിട്ടത്തിലുള്ള നക്ഷത്രക്കാർക്ക് ഇപ്പം ഇച്ചിരി തട്ടുകേടാണ്. ഭാര്യ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയമൊക്കെ ആയിരിക്കും പിണങ്ങിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് വീട് വിൽക്കുക, വാങ്ങുക, ബിസിനസ്സിൽ ഊഹക്കച്ചവടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ദോഷ സമയമാണ് നിലവിൽ നടക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് കേതുവുണ്ട്. അപ്പോൾ കേതുവിൻ്റെ ദോഷം മാറാനായിട്ട് ഗണപതിക്കുള്ള ഭജനം ചെയ്യുക. 3ാം ഭാവത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കുടുംബക്ഷേത്ര ദർശനം നടത്തിയാൽ ഏറ്റവും വളരെയധികം ഉത്തമമായിരിക്കും. 4ാം ഭാവത്തിൽ ആദിത്യനുള്ളത് കൊണ്ട് നമുക്ക് യോഗീശ്വര സ്വാമിക്ക് പാലും പഴവും നിവേദ്യം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. നിങ്ങളുടെ രാശിയിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭദ്രകാളിക്ക് ഇപ്പോൾ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഭാര്യയുടെ കുടുംബം ഇത്തിരി പിണങ്ങി നിൽക്കുകയാണെങ്കിലും വേണ്ടിയില്ല, അതിൻ്റെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി കണ്ട് ഒരു കിഴിപ്പണമൊക്കെ സമർപ്പിച്ച് ഒരു കടുംപായസവും രക്തപുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ 12 കൂറുകാരുടെയും പൊതുവായിട്ടുള്ള ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.